ഹായ്, KTUവിന്റെ 2019 സ്കീം S2 മാത്സ്, അതായത് MAT 102. ഇതിലെ തേർഡ് മോഡ്യൂളാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് സോൾവിംഗ് എ സെക്കൻഡ് ഓർഡർ ODE. എന്താണ് ODE? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു സെക്കൻഡ് ഓർഡർ ODE എങ്ങനെ സോൾവ് ചെയ്യും, ഇതാണ് നമ്മുടെ എയിം. നമ്മുടെ ഒരു സെക്കൻഡ് ഓർഡർ ODEയുടെ ഫോം എന്ന് പറയുന്നത് y2' പ്ലസ് by' പ്ലസ് c ഈക്വൽ ടു 0. നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് y2' എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ എഴുതാം, y2' പ്ലസ് by' പ്ലസ് c ഈക്വൽ ടു 0. ഇതിനകത്തുള്ള ബിയും സിയും കോൺസ്റ്റൻസ്. ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? y ആണ് കിട്ടുന്നത്. y ഈക്വൽ ടു y ഓഫ് x ബി ദ സൊല്യൂഷൻ. y ഈക്വൽ ടു y ഓഫ് x ആണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇത് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് ഈ y2' എന്ന് പറഞ്ഞാൽ? d2y ആണ്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y ആണ് y2' പ്ലസ് b. എന്താണ് y' dy ഡെറിവേറ്റീവ് ഓഫ് y പ്ലസ് c ഈക്വൽ ടു 0. ഇവിടെ നാ y അങ്ങ് വെളിയിലാക്കാം. ഇവിടെ ഒരു c y കൂടെ ഉണ്ട്, cy. നമുക്ക് ഇവിടെ നിന്ന് ഒരു y വെളിയിലാക്കാം. അപ്പൊ എന്ത് വരും? d2 പ്ലസ് bd പ്ലസ് c ഇൻറ്റു y ഈക്വൽ ടു 0. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ ഡിക്ക് പകരം m കൊടുക്കും. പുട്ട് d ഈക്വൽ ടു m. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്സിലറി ഇക്വേഷൻ. ആക്സിലറി ഇക്വേഷൻ ഈസ് എന്താണ്? ഇത്രയും മാത്രം. d2 m² പ്ലസ് bm പ്ലസ് c ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? നമുക്ക് ഇതിന്റെ സോൾവ് ചെയ്യുമ്പോൾ എമ്മിന് 2 റൂട്ട് കിട്ടുമല്ലോ. സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 2 റൂട്ട് കിട്ടും. എമ്മിന് 2 റൂട്ട്സ് കിട്ടും. എം എന്ന് പറയുന്നത് m1 m2 2 റൂട്ട്സ് കിട്ടും. ഈ എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട്സ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സൊല്യൂഷൻ ഇരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച് വെക്കും. ഇനി ചെയ്യുന്നത് ഈ 2 m1 m2 നമ്മൾ ചെക്ക് ചെയ്യും. കേസ് 1. ഈ m1 ഉം m2 ഉം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. റിയൽ നമ്പേഴ്സ് ആണ്, ഡിസ്റ്റിങ്ക്ട് ആണ് എന്ന് വെച്ചാൽ വ്യത്യസ്തമാണ്. ഇഫ് m1 m2 ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. ഈ m1 ഉം m2 ഉം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ y എന്ന് പറയുന്നത് c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x ഇങ്ങനെ ആയിരിക്കും. കേസ് 2 പറയുന്നത് ഈ 2 റൂട്ട്സും ഈക്വൽ ആവാലോ. ഇഫ് m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. രണ്ടും ഈക്വൽ ആണ്, അതുപോലെ റിയലുമാണ്. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. റിയൽ ആണ്, അതേപോലെ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ y എന്ന് പറയുന്നത് c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു mx. 2 റൂട്ട്സ് കിട്ടി m1 m2, പക്ഷെ അത് 2 ഈക്വൽ ആണ് m എന്ന്. അങ്ങനെയാണെങ്കിൽ c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു mx. ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, c1x പ്ലസ് c2 ഇൻറ്റു e റൈസ് ടു mx എന്ന് എഴുതാം. ഇനി ഒരു കേസും കൂടെ ഉണ്ട്. ഈ m1 m2 ഇമാജിനറി ആണെങ്കിൽ കേസ് 3. അതായത് ഇഫ് റൂട്ട്സ് ആർ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ആൽഫ പ്ലസ് ഐ ബീറ്റ ഒരു റൂട്ടാണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റയും ഒരു റൂട്ടായിരിക്കും. ഐ ബീറ്റ ഒരു റൂട്ടാണെങ്കിൽ മൈനസ് ഐ ബീറ്റ റൂട്ടായിരിക്കും. അതായത് കോൺജുഗേറ്റ് പേഴ്സ് ആയിട്ടാണ് ഒക്കെയർ ചെയ്യുന്നത്. അപ്പൊ ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റയാണ് 2 റൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ y എന്ന് പറയുന്നത് ഈ ആൽഫ വെളിയാക്കുമ്പോൾ ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റയ്ക്ക് പകരം
C1 cos beta x പ്ലസ് C2 sin beta x. ഇങ്ങനെ ആയിരിക്കും. ഇത് ഒരു സെക്കൻഡ് ഓർഡർ ODEയുടെയാണ് നമ്മൾ ഈ പഠിച്ചത്. നമുക്കിതിന്റെ പ്രോബ്ലം ചെയ്യാം. നമുക്കിതിനെ സോൾവ് ചെയ്യണം. ഇതെന്താണ്? ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതായത് d2y/dx² മൈനസ് 3dy/dx പ്ലസ് 2y = 0 എന്നാണ്. എന്താണ് d2y/dx² എന്ന് പറഞ്ഞാൽ? d2y അല്ലേ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y, മൈനസ് 3dy പ്ലസ് 2y = 0. ഇവിടെ നിന്ന് y പുറത്താക്കാം. d² മൈനസ് 3d പ്ലസ് 2 ഇൻറ്റു y = 0. ഇനി എന്ത് കാണണം? ആക്സിലറി ഇക്വേഷൻ. ആക്സിലറി ഇക്വേഷൻ ഈസ് എന്താണ്? ഈ ഡിക്ക് വരെ m കൊടുത്താൽ മതി. പുട്ട് d = m. അപ്പൊ എന്ത് വരും? m² മൈനസ് 3m പ്ലസ് 2 = 0 എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ y 0 ആയിരിക്കും. y 0 അല്ല, yക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാർട്ടിലെ 0. ഇവിടെ നമ്മൾ ഡിക്ക് വരെ m കൊടുത്താണ്. m² മൈനസ് 3m പ്ലസ് 2 = 0. ഇനി എന്ത് ചെയ്യണം? ഈ റൂട്ടിന്റെ ഈ ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഒന്നുകിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഫോർമുലയല്ലേ മൈനസ് പി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് p² മൈനസ് 4ac/2a. എങ്ങനെയെങ്കിലും വെച്ച് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് റൂട്ട്സ് എന്താണ്? m = 1, 2 രണ്ട് റൂട്ട്സ് കിട്ടും. 1ഉം 2 എന്നുള്ള രണ്ട് റൂട്ട്സ് ആണ് കിട്ടുന്നത്. അപ്പൊ എന്താണ് ഇത്? കേസ് 1 ആണോ, കേസ് 2 ആണോ, കേസ് 3 ആണോ? രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്, അതുപോലെ ഡിസ്റ്റിങ്ക്ട് ആണ്, വ്യത്യസ്തമാണ്. അപ്പൊ കേസ് 1 ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് പറയുന്നത്. അതായത് y = എന്താണ്? രണ്ടും വ്യത്യസ്തമായി വരുമ്പോൾ C1 e⁻1x പ്ലസ് C2 e⁻2x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇതിന്റെ ബേസിസ് എഴുതാം. എന്താണ് ബേസിസ് എന്ന് പറയുന്നത്? ഒരു സെറ്റ് ആയിട്ട് C1ന്റെ കൂടെ വരുന്ന e⁻x, C2ന്റെ കൂടെ വരുന്ന e⁻2x ഫോം എ ബേസിസ്. ഇങ്ങനെ എഴുതാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കൂടെ കാണും ഫൈൻഡ് ദ ബേസിസ് ആൾസോ. അപ്പൊ എന്താണ് ബേസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? C1ന്റെ കൂടെ വരുന്ന e⁻x, C2ന്റെ കൂടെ വരുന്ന e⁻2x. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ ബേസിസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y2' പ്ലസ് y' മൈനസ് 6y = 0. എന്താണ് ഈ y2' എന്ന് പറഞ്ഞാൽ? d²y. എന്താണ് y'? dy മൈനസ് 6y = 0. ഇനി എന്ത് ചെയ്യണം? y പുറത്താക്കണം. d² പ്ലസ് d മൈനസ് 6 ഇൻറ്റു y = 0. അങ്ങനെയാണെങ്കിൽ എന്താണ് ആക്സിലറി ഇക്വേഷൻ? ഡിക്ക് വരെ m കൊടുക്കാം. m² പ്ലസ് m മൈനസ് 6 = 0 എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? നമുക്കിതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടും. എമ്മിന് കിട്ടുന്ന വാല്യൂസ് ആണ് -3, 2. രണ്ടും റിയൽ റൂട്ട്സ് ആണ്, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ്. അപ്പൊ കേസ് 1 ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y = C1 e⁻3x പ്ലസ് C2 e⁻2x അല്ലേ? സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഇതിന്റെ ബേസിസ് കൂടെ കണ്ടുപിടിക്കാം. എന്താണ് ബേസിസ്? C1ന്റെ കൂടെ വരുന്ന e⁻3x, C2ന്റെ കൂടെ വരുന്ന e⁻2x. ഇത് രണ്ടും കൂടെ ചേർന്ന് ഫോംസ് എ ബേസിസ്. രണ്ടും കൂടെ ചേർന്ന് ഒരു ബേസിസ് ഫോം ചെയ്യും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സോൾവ്. എന്താണ് d²y/dx²? d²y ആണ്. 5 ഇതെന്താണ്? dy പ്ലസ് 6y = 0. y വെളിയിലാക്കാം. d² പ്ലസ് 5d പ്ലസ് 6 ഇൻറ്റു y = 0. ഇനി എന്ത് എഴുതണം? ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ ഈസ് എന്താണ്? ഈ ഡിക്ക് വരെ m കൊടുത്താൽ പോരെ. അപ്പൊ m² പ്ലസ് 5m പ്ലസ് 6 = 0. ഇനി നമ്മൾ ഈ റൂട്ട്സ് കണ്ടുപിടിക്കണം. റൂട്ട്സ് കിട്ടുന്നത് എമ്മിന്റെ വാല്യൂ -2 -3. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ കിട്ടുന്നത് -2 -3. ഇതെന്താണ്? രണ്ട് റൂട്ട്സ് കിട്ടി, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ആണ്.
ഇപ്പൊ കേസ് 1 ആണ്. അപ്പൊ y ഈക്വൽ ടു എന്താണ്? C1 e റൈസ് ടു m1x പ്ലസ് C2 e റൈസ് ടു m2x. ഇതല്ലേ? ഇതിന്റെ ബേസിസ് എന്താണ്? e റൈസ് ടു മൈനസ് 2x, e റൈസ് ടു മൈനസ് 3x ഫോംസ് എ ബേസിസ്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? 3/2 ഡാഷ് 3d²y. എന്താണ് y ഡാഷ്? dy മൈനസ് y ഈക്വൽ ടു 0. y വെളിയിലാക്കാം. 3d² പ്ലസ് d മൈനസ് 1 ഇൻറ്റു y ഈക്വൽ ടു 0. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? ഓക്സിലറി ഇക്വേഷൻ ഈസ് 3m² പ്ലസ് m മൈനസ് 1 ഈക്വൽ ടു 0. എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ നമുക്ക് എക്ക് പകരം എ എന്താണ്? 3, ബി എന്താണ്? എമ്മിന്റെ കോഎഫിഷ്യന്റ് 1, സി എന്താണ്? കോൺസ്റ്റന്റ് മൈനസ് 1. എന്താണ് ഫോർമുല? എം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ച ഫോർമുലയാണ്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. അപ്പൊ എന്ത് വരും? മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² 1 ആണ്, മൈനസ് 4ac പ്ലസ് 12 എന്ന് വരും, ബൈ 2a 6 എന്നല്ലേ? അതായത് മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 13 ബൈ 6 എന്ന് കിട്ടും. അപ്പൊ രണ്ട് റൂട്ട്സ് കിട്ടി. എന്തൊക്കെയാണ് റൂട്ട്സ്? മൈനസ് 1 പ്ലസ് റൂട്ട് 13 ബൈ 6ഉം മൈനസ് 1 മൈനസ് റൂട്ട് 13 ബൈ 6ഉം രണ്ട് റൂട്ട്സ് കിട്ടി. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y ഈക്വൽ ടു, ഇതിപ്പോ എന്താണ്? കേസ് 1 തന്നെയല്ലേ? കേസ് 1 ആണ്. ഐ ഒന്നും ഇല്ല, കോംപ്ലക്സ് റൂട്ട് ഒന്നും അല്ല, 1 ആണ്. അപ്പൊ എന്ത് വരും? C1 e റൈസ് ടു m1x, അതായത് മൈനസ് 1 പ്ലസ് റൂട്ട് 13 ബൈ 6 ഇൻറ്റു എക്സ് പ്ലസ് C2 e റൈസ് ടു m2x മൈനസ് 1 മൈനസ് റൂട്ട് 13 ബൈ 6 ഇൻറ്റു എക്സ്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി ബേസിസ് വേണമെങ്കിൽ എന്താണ്? ബേസിസ് വേണമെങ്കിൽ സെറ്റ് e റൈസ് ടു മൈനസ് 1 പ്ലസ് റൂട്ട് 13 ബൈ 6 ഇൻറ്റു എക്സ്, e റൈസ് ടു മൈനസ് 1 മൈനസ് റൂട്ട് 13 ബൈ 6 ഇൻറ്റു എക്സ്. ഇതാണ് ബേസിസ്. ഫോം ബേസിസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ്. എന്താണ്? d² y ബൈ dx² എന്ന് പറഞ്ഞാൽ d²y പ്ലസ് 10dy പ്ലസ് 25y ഈക്വൽ ടു 0. ഇനി എന്താക്കണം? y പുറത്താക്കണം. d² പ്ലസ് 10d പ്ലസ് 25 ഇൻറ്റു y ഈക്വൽ ടു 0. എന്താണ് ഓക്സിലറി ഇക്വേഷൻ? ഡിക്ക് വരെ m കൊടുത്താൽ മതി. m² പ്ലസ് 10m പ്ലസ് 25 ഈക്വൽ ടു 0 എന്നല്ലേ? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 5 എന്നാണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതാം? m പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ആണ്. m പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അപ്പൊ m എന്ന് പറയുന്നത് -5 നമ്മൾ കാൽക്കുലേറ്റർ ചെയ്താലും -5 രണ്ട് റൂട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി വരുന്നതുകൊണ്ട് രണ്ട് റൂട്ട്സ് കിട്ടും. കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു -5 മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെ എന്ത് മനസ്സിലാക്കണം? ആ -5 രണ്ട് തവണ ഉണ്ടെന്ന് മനസ്സിലാക്കണം. സെക്കൻഡ് ഓർഡർ ആണ്. കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു -5 മാത്രമേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ -5 രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നു. രണ്ട് റൂട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ 1ഉം 2ഉം ആണെങ്കിൽ അത് രണ്ടും പ്രത്യേകം കാണിക്കും. ഇപ്പൊ 2 എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എങ്കിൽ രണ്ട് റൂട്ട്സ് കിട്ടണമെങ്കിൽ അത് 2 ആണ്. കാൽക്കുലേറ്റർ 1 എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. രണ്ട് റൂട്ട്സ് കിട്ടണമെങ്കിൽ അത് 1 ആണ്. അതൊന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ്? രണ്ട് റൂട്ട്സ് കിട്ടി. അതെന്താണ്? റിയൽ ആണ്, പക്ഷെ ഈക്വൽ ആണ്. കേസ് 2 ആണ്. എന്താണ് കേസ് 2 വരുന്നത്? y ഈക്വൽ ടു C1 പ്ലസ് C2x e റൈസ് ടു mx അല്ലേ? കേസ് 2ലെ ഫോർമുല e റൈസ് ടു mx. m എന്ന് പറഞ്ഞാൽ -5, അതായത് C1 പ്ലസ് C2x ഇൻറ്റു e റൈസ് ടു -5x. വേണമെങ്കിൽ തിരിച്ചിങ്ങനെ എഴുതാം. y ഈക്വൽ ടു C1x പ്ലസ് C2 e റൈസ് ടു -5x എന്ന് എഴുതാം. ഏതായാലും കുഴപ്പമില്ല. അപ്പൊ എന്താണ് ബേസിസ്? C1ന്റെ കൂടെ വരുന്ന ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ e റൈസ് ടു -5x അല്ലേ C1ന്റെ കൂടെ വരുന്നത്? C2ന് കൂടെ വരുന്നത് x e റൈസ് ടു -5x, x e റൈസ് ടു -5x.
ഇത് രണ്ടും കൂടെ ചേർന്നാണ് ബേസിസ് ഫോം ചെയ്യുന്നത്. ഫോം എ ബേസിസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? ഇത് സോൾവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ വൈ മൈനസ് 4dy പ്ലസ് 5y ഈക്വൽ ടു 0. y വെളിയിലാക്കാം. ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 5 ഇൻറ്റു y ഈക്വൽ ടു 0. എന്താണ് ഓക്സിലറി ഈക്വേഷൻ? ഓക്സിലറി ഈക്വേഷൻ ഈസ്, ഈ ഡിക്ക് വരെ m കൊടുത്താൽ മതി. m സ്ക്വയർ മൈനസ് 4m പ്ലസ് 5 ഈക്വൽ ടു 0. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് m എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫോർമുലയാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടുത്തെ a എന്താണ്? m സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ 1 ആണ് a. m എന്താണ്? m അല്ല b. b എന്താണ്? m ന്റെ കോഎഫിഷ്യന്റ് ആയ -4. c എന്താണ്? കോൺസ്റ്റന്റ് 5. അപ്പൊ നമ്മുടെ റൂട്ട്സ് എന്ത് വരും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, അതായത് 4 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ, മൈനസ് 4ന്റെ സ്ക്വയർ 16 മൈനസ് 4ac. അപ്പൊ 4 ഇൻറ്റു 1 ഇൻറ്റു 5 20 ബൈ 2a 2 എന്ന് വരും. അതായത് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് -4 ബൈ 2. എന്താണ് റൂട്ട് ഓഫ് -4 എന്ന് പറഞ്ഞാൽ 2i ആണ്. അപ്പൊ എന്ത് കിട്ടി? 4 പ്ലസ് ഓർ മൈനസ് 2i ബൈ 2 എന്ന് കിട്ടി. ഒരു 2 വെട്ടിക്കളയാലോ. അപ്പൊ എന്ത് വരും? 2 പ്ലസ് ഓർ മൈനസ് i എന്ന് കിട്ടും. ഇത് ഏതാണ്? കേസ് 3 അല്ലേ? കോംപ്ലക്സ് റൂട്ട് അല്ലേ? 2 പ്ലസ് iയും m എന്ന് പറയുന്നത് 2 പ്ലസ് iയും 2 മൈനസ് i ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? കേസ് 3 വരുന്ന ഫോർമുല y എന്ന് പറയുന്നത് 2 വെളിയിലാക്കുമ്പോൾ e റൈസ് ടു 2x ഇനി പ്ലസ് ഓർ മൈനസ് ഐക്ക് പകരം എന്താണ്? ഐയുടെ കൂടെ നമ്പർ 1 ആണ്. അപ്പൊ c1 cos 1x പ്ലസ് c2 sin 1x. ഇതാണ് സൊല്യൂഷൻ. അപ്പൊ ഇത് കേസ് 3 വരുന്നതാണ്. അപ്പൊ ഈ 2 വെളിയിലാക്കും. e റൈസ് ടു 2x ഇൻറ്റു പിന്നെ വരുന്നത് c1 cos x പ്ലസ് c2 sin x എന്നാണ്. അപ്പൊ ഇതിന്റെ ബേസിസ് എന്താണ്? ബേസിസ് എന്ന് പറഞ്ഞാൽ c1ന്റെ കൂടെ വന്ന് ബ്രാക്കറ്റ് മാറ്റുമ്പോഴത്തേക്ക് e റൈസ് ടു 2x cos x, c2ന്റെ കൂടെ വരുന്ന e റൈസ് ടു 2x sin x. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ ബേസിസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയത്. ഫൈൻഡ് ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ ബേസിസ് e റൈസ് ടു മൈനസ് x റൂട്ട് 2 x e റൈസ് ടു മൈനസ് x റൂട്ട് 2. ഇങ്ങനത്തെ ബേസിസ് വരെയാണെങ്കിൽ അതിന്റെ ODE എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ബേസിസ് വരെയാണെങ്കിൽ ആ റൂട്ട്സ് എന്താണ്? എക്സ് വരുന്നുണ്ട്. എക്സ് വരുന്നത് എപ്പോഴാണ്? കേസ് 2 അപ്പൊ ഈ റൂട്ട് എന്താണ്? ഈ മൈനസ് എക്സ്, ഈ എക്സിന്റെ കൂടെ വരുന്ന -√2 രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നതല്ലേ? അപ്പൊ എം എന്ന് പറയുന്നത് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ എം എന്ന് പറയുന്നത് -√2 ആണ്. അതായത് എക്സ് ആദ്യത്തെ എക്സ് ഇല്ല, അടുത്ത എക്സ് വരുന്നുണ്ട് എങ്കിൽ അത് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് വരുന്നത്, കേസ് 2. അപ്പൊ ഈ എക്സിന്റെ കൂടെ വരുന്ന -√2 ആണ് റൂട്ട്. അപ്പൊ -√2 വന്ന് രണ്ട് തവണ. അപ്പൊ എന്താണ്? റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ, കേസ് 2. അങ്ങനെ വരുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ റൂട്ട് വരുന്നത് എപ്പോഴാണ്? d പ്ലസ് √2 ഇൻറ്റു d പ്ലസ് √2 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നല്ലേ വരുന്നത്. അപ്പോഴേ d പ്ലസ് √2 d മൈനസ് √2 വരുന്നത്. വീണ്ടും d പ്ലസ് √2 d മൈനസ് √2 വരും. അപ്പം d പ്ലസ് √2 ഇൻറ്റു d പ്ലസ് √2 ഇൻറ്റു y ഈക്വൽ ടു 0. ഇതൊന്ന് ബ്രാക്കറ്റ് മാറ്റാം. അപ്പൊ എന്ത് വരും? d സ്ക്വയർ പ്ലസ് √2d പ്ലസ് √2d പ്ലസ് √2 ഇൻറ്റു √2 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ എന്ത് വരും? d സ്ക്വയർ പ്ലസ് 2√2d പ്ലസ് 2 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നാണ്. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനെങ്ങനെ എഴുതാം? y അകത്തോട്ട് വരുമ്പോഴത്തേക്ക് d സ്ക്വയർ y പ്ലസ് 2√2dy പ്ലസ് 2y ഈക്വൽ ടു 0 എന്നാണ്. എന്താണ് d സ്ക്വയർ y എന്ന് പറഞ്ഞാൽ? by2' പ്ലസ് 2√2dy എന്താണ്? y' പ്ലസ് 2y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ആദ്യം ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെ വരികയാണെങ്കിൽ അതിന്റെ റൂട്ട്സ് എന്തായിരിക്കും? ഈ എക്സ് വരണമുണ്ട്, കേസ് 2 ആണ്. അപ്പൊ എന്താണ്? റിപ്പീറ്റിംഗ് റൂട്ട്സ് ആണ്, റിയൽ ആണ്, അതോടെ ഈക്വൽ ആണ്.
അതായത് എക്സിന്റെ കൂടെ വരുന്ന ആ -√2 ആണ് റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ട്. എം എന്ന് പറഞ്ഞാൽ -√2 അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? d+√2 × d+√2 × y = 0. ഇതൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആണ്. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y2' - 2y' + 5y = 0. എന്താണ് y2' എന്ന് പറഞ്ഞാൽ? d²y. എന്താണ് 2y'? 2dy + 5y = 0. ഇവിടെ y വെളിയിലാക്കാം. d² - 2d + 5 × y = 0 അല്ലേ? ഇനി എന്താണ് ഓക്സിലറി ഇക്വേഷൻ? ഡിക്ക് വരെ m കൊടുക്കാം. m² - 2m + 5 = 0. റൂട്ട്സ് കണ്ടുപിടിക്കണം. m എന്താണ്? -b ± √b² - 4ac/2a. ഇവിടുത്തെ a എന്താണ്? m² കോഎഫിഷ്യന്റ് 1 ആണ്. b എന്താണ്? m ന്റെ കോഎഫിഷ്യന്റ് -2. c എന്താണ്? കോൺസ്റ്റന്റ്. അപ്പൊ എന്ത് വരും? -b ± 2 ± √2² 4 - 4ac 20/2a 2. അപ്പൊ എന്ത് വരും? 2 ± √−16/2. അതായത് 2 ± √−16 എന്താണ്? 4i ആണ് /2. അപ്പൊ എന്ത് വരും? 2 കൊണ്ട് വെട്ടിക്കളയുമ്പോഴത്തേക്ക് 1 ± 2i എന്ന് കിട്ടും. 1 ± 2i ആണ് നമ്മുടെ റൂട്ട്സ്. അപ്പൊ m എന്താണ്? m1 എന്ന് പറയുന്നത് 1 + 2i ഉം m2 എന്ന് പറയുന്നത് 1 - 2i ഉം. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? കേസ് 3 അല്ലേ? കേസ് 3 പറയുന്നത് എന്താണ്? 1 വെളിയിലാക്കുമ്പോഴേ e⁻x ± 2i എന്താണ്? c1 cos 2x + c2 sin 2x. ഇങ്ങനെ വരും. നമുക്ക് y ആണ് കിട്ടിയത്. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി എന്താണ് പറയുന്നത്? രണ്ട് കണ്ടീഷൻ ഉണ്ട്. y0 -3 ആണ്, y'0 1 ആണ്. ഈ കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കോൺസ്റ്റന്റ് c1 ഉം c2 ഉം കിട്ടും. കൊടുക്കാം. എന്താണ് y0 = -3 എന്ന് പറഞ്ഞാൽ? y0 = -3 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? when x = 0, എക്സിന് 0 കൊടുക്കുമ്പോൾ y -3 കിട്ടുമെന്നാണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ y0 = -3 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ yക്ക് -3 കിട്ടുമെന്നാണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്താവും? നമുക്കിത് കൊടുക്കാം. yക്ക് -3 എന്നാണ്, എക്സിന് 0, അപ്പൊ e⁻0 1, c1 cos 0 1 ആണ് c1 + c2 sin 0 0 ഇതല്ലേ? അപ്പൊ എന്ത് വരും? -3 = c1 എന്ന് കിട്ടി. c1 ഒരു വാല്യൂ കിട്ടി. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് yക്ക് -3 എന്നാണ്. അപ്പൊ yക്ക് -3 = e⁻0 1 ആണ്, c1 cos 0 1 ആണ്, അപ്പൊ c1, c2 sin 0 0 ആണ്. അപ്പൊ c1 = -3 എന്ന് കിട്ടി. ഒരു കോൺസ്റ്റന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്തത് പറയുന്നത് y'0 = 1 എന്നാണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുത്താലേ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത് പറയുന്നത് y'0 = 1 എന്നാണ്. എന്ന് പറഞ്ഞാൽ y' കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ 1 ൽ നിന്നും എന്താണ് ഡെറിവേറ്റീവ് y' എന്ന് പറഞ്ഞാൽ? y അറിയാം. അപ്പം y' എന്താണ്? നമുക്ക് പ്രോഡക്റ്റ് റൂൾ വേണ്ടേ? ഇവിടെയും x ഉണ്ട്, അവിടെയും ബ്രാക്കറ്റിൽ x ഉണ്ട്. പ്രോഡക്റ്റ് റൂൾ വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ e⁻x × അടുത്തെന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് c1 എന്താണ്? cos 2x ന് -2 sin 2x -2 sin 2x പ്ലസ് c2 sin 2x എന്താണ്? ഒരു 2 കൂടെ വെളി വരും. 2c2 cos 2x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് c1 cos 2x പ്ലസ് c2 sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് e⁻x ന് e⁻x എന്നാണ്. ഇനി എന്താണ്? y' = 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? y' 0 = 1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? when x = 0, y' becomes 1 എന്നാണ്. ഇതിനകത്ത് നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y' 1 കിട്ടുമെന്നാണ്. ഇത് നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പൊ 2 എന്താവും? 2 becomes y' 1 ആണ്, എക്സിന് 0, അപ്പൊ e⁻0 1. 0 കൊടുക്കുമ്പോ 0 അല്ലേ? cos 0 1. അപ്പൊ എന്ത് വരും? ഒരു 2c2 കൂടെ വരും. 2c2
അപ്പൊ എന്താണ് കിട്ടിയത്? C2 മാത്രമല്ല, ഇവിടെയാണ് ഒരു 2C2 കിട്ടുന്നത്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് വരും? എക്സിന് 0 കൊടുക്കുമ്പോ C1, ഇവിടെ 0 ആണ്, 0. അപ്പോൾ ഒരു C1 കൂടെ വരും, പ്ലസ് C1 മൈനസ് 3 അല്ലേ? അപ്പം 1 ഈക്വൽ ടു 2C2 മൈനസ് C1 മൈനസ് 3 ആണ്. അപ്പൊ 2C2 എന്ത് വരും? 4 എന്ന് വരും. അപ്പൊ C2 എന്താണ്? 2 എന്ന് കിട്ടും. നമുക്ക് C1 ഉം C2 ഉം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്? C1 എന്ന് പറഞ്ഞാൽ മൈനസ് 3 ആണ്, C2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഇക്വേഷൻ നമ്പർ 1 പുട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? ഇക്വേഷൻ 1 becomes y ഈക്വൽ ടു e raised to x into ആ 1 ആണ്. C1 പകരം മൈനസ് 3 cos 2x. C2 പകരം 2 sin 2x. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. ഇവിടുത്തെ പ്രത്യേകത കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് C1 ഉം C2 ഉം കിട്ടും. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. തന്നിട്ടുണ്ട്, പോയിന്റ് ഉണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്താണ്? y2 ഡാഷ് പ്ലസ് 0.2y ഡാഷ് പ്ലസ് 4 നോട്ട് ഓൺ y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. എന്താണ്? y2 ഡാഷ് പ്ലസ് 0.2y ഡാഷ് പ്ലസ് 4 നോട്ട് ഓൺ y ഈക്വൽ ടു 0. എന്താണ് y2 ഡാഷ് എന്ന് പറഞ്ഞാൽ? d സ്ക്വയർ y. 0.2y ഡാഷ് എന്താണ്? dy പ്ലസ് 4 നോട്ട് ഓൺ y ഈക്വൽ ടു 0. y വെളിയിലാക്കാം. അപ്പൊ d സ്ക്വയർ പ്ലസ് 0.2d പ്ലസ് 4 നോട്ട് 1 ഇൻറ്റു y ഈക്വൽ ടു 0. അപ്പൊ എന്താണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ? ഡിക്ക് വരെ m കൊടുത്താൽ മതി. m സ്ക്വയർ പ്ലസ് 0.2m പ്ലസ് 4 നോട്ട് 1 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ m എന്താണ്? നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടുത്തെ a എന്താണ്? എമ്മിന്റെ കൂടെ m സ്ക്വയറിന്റെ കൂടെ വരുന്ന 1 ആണ്. ബി എന്താണ്? എമ്മിന്റെ കോഎഫിഷ്യന്റ് 0.2 ആണ്. സി എന്താണ്? കോൺസ്റ്റന്റ് ടൈം 4 നോട്ട് 1 ആണ്. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, അതായത് മൈനസ് 0.2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. 0.2ന്റെ സ്ക്വയർ ആണ് മൈനസ് 4ac. 4 ഇൻറ്റു എ 1 ആണ്, സി 4 നോട്ട് 1 ആണ്, ബൈ 2a. 2a എന്താണ്? എ 1 ആണ്. അപ്പൊ 2 എന്ന് വരും. ഇതിന്റെ വാല്യൂ കിട്ടുന്നത് മൈനസ് 0.1 പ്ലസ് ഓർ മൈനസ് 2i എന്നാണ്. അപ്പൊ ഇത് ഏത് റൂട്ടാണ് വരുന്നത്? കേസ് 3 അല്ലേ? കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് വരുന്നത് കേസ് 3 ആണ്. അപ്പം y എന്താണ്? മൈനസ് 0.1 വെളിയിലാക്കാം. e റൈസ് ടു മൈനസ് 0.1x ഇൻറ്റു പ്ലസ് ഓർ മൈനസ് 2i എന്താണ്? c1 cos 2x പ്ലസ് c2 sin 2x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി 2 കണ്ടീഷൻ ഉണ്ട്. y0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് y0 ഈക്വൽ ടു 0 കൊടുക്കാം. y0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? വെൻ x ഈക്വൽ ടു 0, എക്സിന് 0 കൊടുത്താൽ y ബിക്കം 0 എന്നാണ്. എക്സിന് 0 കൊടുത്താൽ yക്ക് 0 കിട്ടുമെന്നാണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? എക്സിന് 0 കൊടുക്കുമ്പോൾ yക്ക് 0 കിട്ടുമെന്നാണേ. y0 ഈക്വൽ ടു 0 എന്നല്ലേ? അപ്പൊ ഈ എന്താണ്? y0 ആണ്. e റൈസ് ടു 0 1, c1 cos 0 c1, c2 sin 0 0. അപ്പൊ c1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഒരു റൂട്ട് കിട്ടി, c1 0 എന്ന്. ഇനി എന്ത് ചെയ്യാം? ഇനി അടുത്തത് കൊടുക്കാം. അടുത്തത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് വേണം. y ഡാഷ് 0 ഈക്വൽ ടു 2 എന്നാണ്. അപ്പൊ ഡെറിവേറ്റീവ് എടുത്താലേ ചെയ്യാൻ പറ്റും. ഡെറിവേറ്റീവ് എടുക്കാം. എന്താണ് y ഡാഷ്? നമുക്ക് y അറിയാം. ഇക്വേഷൻ നമ്പർ 1 നിന്ന് y അറിയാം. y ഡാഷ് എന്താണ്? അതിന്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു e റൈസ് ടു മൈനസ് 0.1x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് c1 എന്താണ്? cos 2xന് മൈനസ് 2 sin 2x പ്ലസ് c2 sin 2xന് 2 cos 2x
പ്ലസ് അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ് c1 cos 2x പ്ലസ് c2 sin 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു മൈനസ് എന്ത് വരും, അതായത് മൈനസ് 0.1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 0.1x ഇത് കിട്ടും. നമുക്കത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? y dash 0 ഈക്വൽ ടു 2 എന്നാണ്. അതിന്റെ മീനിങ് എന്താണ്? വെൻ x ഈക്വൽ ടു 0, എക്സിന് 0 കൊടുത്താൽ y ഡാഷിന് എന്ത് വാല്യൂ കിട്ടും? 2 കിട്ടുമെന്നാണ്. y dash 0 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുത്താൽ y ഡാഷിന് 2 കിട്ടുമെന്നാണ്. അപ്പൊ ഇക്വേഷൻ 2 എന്തായിട്ട് മാറും? y ഡാഷിന് 2, എക്സിന് 0, അപ്പൊ ഇ റൈസ് ടു 0 1, സൈൻ 0 0, കോസ് 0 1 ആണ്. അപ്പൊ 2c2 ഉണ്ട് ആദ്യത്തേല്. 2c2 പ്ലസ് അടുത്ത എന്താണ്? 0 കൊടുക്കുകയാണ് c1, സൈൻ 0 0 ആണ്. അപ്പൊ ഒരു c1 ഉണ്ട്. ഇനി എന്താണ്? നമ്മുടെ മൈനസ് 0.1 ഉണ്ട്. ഇ റൈസ് ടു 0, അപ്പൊ അത് 1 അല്ലേ, ഇത്രയും വരും. ഇനി എന്താണ്? നമുക്ക് c1 0 ആണെന്ന് അറിയാം. അപ്പൊ എന്ത് വരും? ഈ ടേം ഇല്ല. 2 ഈക്വൽ ടു 2c2 അല്ലേ. അപ്പൊ c2 എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. c1 നും c2 നും വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? ഇക്വേഷൻ 1 ബിക്കംസ് y ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 0.1x ഇൻറ്റു c1 പകരം c1 കിട്ടിയ 0 ആണ്. അപ്പൊ 0 cos 2x പ്ലസ് c2 കിട്ടിയത് 1 ആണ്. c2 sin 2x. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? അപ്പൊ ഇതില്ലല്ലോ. സൊല്യൂഷൻ y ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 0.1x ഇൻറ്റു sin 2x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു.